എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ ആങ്സൈറ്റിയും പാനിക് അറ്റാക്കും നമ്മുടെ അതിനുശേഷം വരുന്ന പാനിക് ഡിസോർഡറും നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഹാനികരമല്ല എന്ന് ഞാൻ മിക്കവാറും എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്. അത് പലരും ചോദിക്കാറുണ്ട്, അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ചെറിയൊരു സൂചന. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റുകൾ വായിക്കരുത്. എല്ലാ ഞായറാഴ്ചയും രാത്രി 9:30 മണിക്ക് യൂട്യൂബിൽ ഞാൻ ലൈവായി വരുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ സന്നദ്ധനാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരം സ്വയം സന്നദ്ധമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ, ഒരു പട്ടി നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ കടിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ, നമ്മുടെ ശരീരം സ്വയം സ്വീകരിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മെക്കാനിസം. അതായത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ധാരാളം എനർജി വേണം ഓടി രക്ഷപ്പെടാനോ, അതല്ലെങ്കിൽ ആ പട്ടിയുമായി ഫൈറ്റ് ചെയ്യുവാനോ എനർജി ധാരാളം വേണം. ആ എനർജി നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും എത്തിക്കുന്നത് നമ്മുടെ ഹാർട്ടാണ്. അതുകൊണ്ട് ഹാർട്ട് വേഗം പമ്പ് ചെയ്യണം. ഇതിൻ്റെ എല്ലാം പ്രക്രിയയുടെ തുടക്കം അഡ്രീനാലിനാണ്. അതിനു മുമ്പത്തെ പ്രക്രിയയുടെ തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോതലാമസ് ആണ്. ഈ ഹൈപ്പോതലാമസ് ആണ് പൊതുവെ നമ്മുടെ ഈ പേടിയെ ജഡ്ജ് ചെയ്യുന്നത്. ഇപ്പോൾ പട്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മാനസികമായി ലോജിക്കലി കോൺഷ്യസ് മൈൻഡ് കൊണ്ട് പ്രതികരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റം പ്രതികരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ചൂടുള്ള സ്ഥലത്ത് കൈവച്ചാൽ പെട്ടെന്ന് എടുക്കുന്നത് നമ്മൾ ആലോചിക്കാതെയാണ് എന്നുള്ളത് ഓർത്താൽ മതി. അപകടകരമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ എല്ലാം പെട്ടെന്ന് നടക്കണം. നമ്മൾ ലോജിക്കൽ മൈൻഡിൽ ചിന്തിച്ച് അതിനുള്ള തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരവും മനസ്സും അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, തീരുമാനം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമായതുകൊണ്ട് എനിക്ക് ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് സംഭവിക്കുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് വളരെ ഫാസ്റ്റ് ആവുന്നു. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബ്ലഡിലൂടെ ഓക്സിജനും എനർജിയും എത്തിക്കേണ്ട ചുമതല ഹാർട്ടിൻ്റെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് എത്തിക്കണമെന്നുള്ളതുകൊണ്ട് അത് വേഗം വർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി വർദ്ധിക്കുന്നു. കാരണം ഈ പറയുന്ന ബ്ലഡിൻ്റെ കൂടെ ഓക്സിജനും എല്ലാ സ്ഥലത്തും വേഗം എത്തിക്കണമല്ലോ. അപ്പോൾ അതിന് ഓക്സിജൻ വരുന്നത് നമ്മുടെ ശ്വാസത്തിലൂടെയാണല്ലോ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഓക്സിജനും എനർജിയും എത്തി എന്നുള്ളതിനുള്ള ഇൻഡിക്കേഷനാണ് നമ്മുടെ ശരീരം പൊതുവെ കോൾമയൊക്കെ ചെയ്യുന്നത്. ശരീരം വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ശരീരം ചൂടുള്ളതായി അനുഭവപ്പെടും. ആ സമയത്ത് തണുത്ത ഒരു കാറ്റടിച്ചാൽ ശരീരം തണുക്കുന്നതായി തോന്നാം. ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിൻ്റെയാണ്. ആ സമയത്ത് കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കും. ആ സമയത്ത് നമ്മുടെ ഘ്രാണശക്തി കൂടും. ആ സമയത്ത് നമ്മുടെ കേൾവി ശക്തി കൂടും. ആ സമയത്ത് ശ്വാസം ഫാസ്റ്റായി ചെയ്യുന്നത് കൊണ്ട് തൊണ്ടയിൽ നമുക്കതിൻ്റെ ഡ്രൈനെസ് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിൻ്റെ സിംറ്റമാണ്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ പേടിച്ച് ഞാൻ പോലും അറിയാതെ മൂത്രമൊഴിച്ചു പോയി എന്ന് പറയും. ഫൈറ്റ് ഓർ ഫ്ലൈറ്റിൻ്റെ സിംറ്റമാണത്. അപ്പോൾ ഇതെല്ലാം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളാണ്. ഇതേ ഫൈറ്റ് ഓർ ഫ്ലൈറ്റിൻ്റെ ലക്ഷണം കുറച്ചുകൂടി ഒന്ന് അധികരിക്കുമ്പോഴാണ് അത് നെർവസ്നെസ് എന്ന് പറയുന്നത്. നെർവസ്നെസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആങ്സൈറ്റിയാണ്. ആശങ്ക എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ആങ്സൈറ്റി, നെർവസ്നെസ് എന്നുള്ള സംഭവം. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. ഒരു പെൺകുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയുടെ അടുത്ത് വേറൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്ന് പറയുവാനായി പോകുന്നൊരു സാഹചര്യം ഓർത്താൽ ഈ വ്യക്തി എത്രത്തോളം നെർവസ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ വ്യക്തിയുടെ ഹാർട്ട് ബീറ്റ് കൂടുകയൊക്കെ ചെയ്യും. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതി വർദ്ധിക്കും, വേർക്കും, തൊണ്ടയിലത്ത് വെള്ളം പറ്റും. പറയും, അയ്യോ ഞാൻ പോകണോ, വേണ്ട ഞാൻ ഇന്ന് പോകുന്നില്ല, നാളെ പോകാമെന്നൊക്കെ പറയും. ഫ്രണ്ട്സ് നിർബന്ധിച്ച് പറഞ്ഞേക്കുക ചെയ്യാം. അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മുടെ കൈയും കാലും വിറച്ച് പലപ്പോഴും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം പറയാതെ ചിലപ്പോൾ പൂ മാത്രം കൊടുത്തിട്ട് തിരിച്ചു വരുമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ല നാളെ പറയാം എന്ന് പറഞ്ഞ് തിരിച്ചു വരും. നമ്മളതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്, മിക്കവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതും ഈ പറഞ്ഞ നെർവസ്നെസ്, ആശങ്ക, ആങ്സൈറ്റി എന്ന് പറഞ്ഞ സംഭവമാണ്. അവിടെയും ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിംറ്റംസിലുണ്ടാവുന്ന എല്ലാ സിംറ്റമും അവിടെ ഉണ്ടാവുന്നുണ്ട്. എന്താ കാരണം? ആൻറ്റിസിപ്പേറ്ററി ആണ്. ഈ കുട്ടി നോ എന്ന് പറഞ്ഞാലോ, ഈ കുട്ടി ചെരുപ്പെടുത്തൻ്റെ കരണത്തടിച്ചാലോ എന്നുള്ള മുൻ ധാരണകൾ തെറ്റായി പോയാലോ, ഞാൻ ചെയ്തത് ശരിയാണോ എന്നെല്ലാം ഉള്ള ചിന്തകൾ, അതിനെയാണല്ലോ ആങ്സൈറ്റി, ആശങ്ക എന്ന് പറയാം. അപ്പോൾ അതിനും ഈ സിംറ്റംസ് വരും. ഇനി ഇതേ ആങ്സൈറ്റിയുടെ ഒരു പടി കൂടെ കടന്ന സിംറ്റമാണ് പാനിക് അറ്റാക്ക്. ആ പാനിക് അറ്റാക്ക് വരുമ്പോൾ ഈ സിംറ്റംസ് എല്ലാം തന്നെ വളരെ കൂടിയ അളവിലായിരിക്കും.
വളരെ കൂടിയ അളവിലായിരിക്കും എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ പേടിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഒരു സിംറ്റം കൂടി വരുന്നുണ്ട്. മറ്റ് വിഷയങ്ങളിൽ നമ്മൾ ഒന്നുകൂടി ലോജിക്കലായി ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവാറുണ്ട്. കാരണം ഈ ഹാർട്ട് ബീറ്റ് കൂടലും മറ്റുമൊന്നും അത്ര ഇൻറ്റൻസ് അല്ല. പക്ഷേ ഇവിടെ ഇത് വല്ലാത്ത ഇൻറ്റൻസ് ആവുന്നത് കൊണ്ട് നമ്മളൊരു പക്ഷേ ആ ഒരു ഫൈറ്റ് എന്നുള്ള മെക്കാനിസം അവിടെ വർക്ക് ചെയ്യാറില്ല. പൊതുവെ ഫ്ലൈറ്റ് എന്നുള്ള മെക്കാനിസം മാത്രമേ കൂടുതലായി വർക്ക് ചെയ്യുള്ളൂ. അതായത് നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കും. അയ്യോ എന്തെങ്കിലും ചെയ്യണം, ആരോടെങ്കിലും സഹായം ചോദിക്കണം എന്നുള്ള ആ ഒരു രീതി മാത്രമേ നമുക്ക് കാണൂ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം നമ്മുടെ ശരീരത്തിൻ്റെ സ്വന്തം ഡിഫൻസ് മെക്കാനിസമാണ്. ആ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ നമ്മുടെ ശരീരത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം നമ്മുടെ ശരീരത്തിൽ നിലവിലുള്ളത്. അതേ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ചെറുപ്പം മുതലേ ഒരുപാട് പ്രാവശ്യം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം പല രൂപത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ അങ്ങനെ ഒരു പ്രശ്നം അനുഭവിച്ചതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നും സംഭവിച്ചിട്ടില്ല. അതേ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോമിൻ്റെ അടുത്ത പടിയാണ് ആങ്സൈറ്റി. സംഭവം അത് തന്നെയാണ്, ഒരല്പം കൂടുതൽ സിംറ്റംസ് വരുന്നു എന്നേ ഉള്ളൂ. അതേപോലെ അതിൻ്റെ അടുത്ത പടിയാണ് പാനിക് അറ്റാക്ക്. സംഭവം ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം തന്നെയാണ്, കുറച്ചുകൂടി കൂടുതൽ സിംറ്റം വരുന്നു. അപ്പോൾ ഈ ഏത് തരത്തിലുള്ള സിംറ്റം വന്നാലും ബേസിക്കലി ഈ പറയുന്ന സിംറ്റംസ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ലക്ഷണങ്ങളാണ്. ഒരു പ്രക്രിയയാണ്, ഒരു പ്രതിക്രിയയാണ്, പ്രതിരോധ സംവിധാനമാണ്. അങ്ങനെയുള്ളൊരു സംഭവത്തെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് ഹാനികരമാകുമോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. മാനസിക സമ്മർദ്ദം വേറെ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം, ആങ്സൈറ്റി ഓർ പാനിക് അറ്റാക്ക് വേറെയാണ്. മാനസിക സമ്മർദ്ദം തുടർച്ചയായി അനുഭവിക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും എന്നെല്ലാ ഡോക്ടർമാരും പറയും, സംശയമൊന്നുമില്ല. പക്ഷേ എത്ര പേർക്ക് വരും അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. ഇത് മനസ്സിലാക്കേണ്ടത് ആങ്സൈറ്റി എന്ന് പറയുന്നത് പെട്ടെന്നുള്ള മാനസിക സമ്മർദ്ദമാണ്. അത് നമ്മൾ ചെറുപ്പം മുതലേ അനുഭവിച്ചു വരുന്നതാണ്. അതേപോലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് പേടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ്. പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് വരുന്ന മാനസിക സമ്മർദ്ദമാണ്, അല്ലാതെ തുടർച്ചയായിട്ടുള്ള മാനസിക സമ്മർദ്ദമല്ല. അപ്പോൾ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിൻഡ്രോം ആണെങ്കിലും ആങ്സൈറ്റി ആണെങ്കിലും പാനിക് അറ്റാക്ക് ആണെങ്കിലും ശാരീരികമായും മാനസികമായും ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതിനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവ് ചെയ്ത് കമൻറ്റുകൾ വായിക്കരുത്. നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുകയുമില്ല. കമൻറ്റുകളിലെ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളിലേക്ക് നിങ്ങൾ കയറി പോവുകയും ചെയ്യും. സമാധാനം കിട്ടുന്നതിന് പകരം നിങ്ങൾക്ക് വിഷമമാവും ഉണ്ടാവുക. ഇത് മനസ്സിൽ വയ്ക്കുക. ഈ വീഡിയോ കണ്ടതിൽ നന്ദി. എല്ലാവർക്കും നമസ്കാരം.